കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിൽ മെയിം അവതരിപ്പിച്ചതിന് പല രാജ്യവും പല നാടും പലസ്തീൻ ഒന്നികുലമായി ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ വർഗീയ മനസ്സിൽ വെച്ച പല അധ്യാപകരും പല ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ. ഗാസയിൽ മരിച്ചു വീഴുന്ന 5 കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി പല പരിപാടിയും നമ്മുടെ കേരളം നടത്തിപ്പോരുന്നതാണ്. കേരളം, നമ്മുടെ ഇന്ത്യ എപ്പോഴും പലസ്തീനൊപ്പരമാണ്. അതൊന്നും കാണാതെ ഒരു മെയിൻ ഷോ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അത് തടഞ്ഞു വെച്ച അധ്യാപകൻ്റെ നടപടിയെടുക്കുമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തിരിക്കും. കയ്യടിക്കേണ്ട, സല്യൂട്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടത്. നല്ല കാര്യത്തിനൊപ്പം നിൽക്കുന്ന ഇനിയും ഇതുപോലത്തെ പല ജനപ്രതിനിധികൾ നമ്മളിൽ ഉണ്ടാവട്ടെ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. എന്തായാലും പൊളിച്ചു, ശിവൻകുട്ടി സാർ പൊളിച്ച് ഇഷ്ടപ്പെട്ട്. രാഷ്ട്രീയം ഏതായിക്കോട്ടെ, ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ നിലപാട് ഏവർക്കും സന്തോഷമുളവാക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിൽ മെയിം അവതരിപ്പിച്ചതിന് പരിപാടി നിർത്തിവെക്കുകയും കലോത്സവം തന്നെ മാറ്റിവെക്കുകയും ചെയ്ത സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. ഇക്കാര്യം അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലസ്തീൻ വിഷയത്തിൽ മെയിം അവതരിപ്പിച്ചതിനാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം. പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം. പാലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച മെയിം തടയാൻ ആർക്കാണ് അധികാരം? കുമ്പള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതേ മെയിം വേദിയിൽ അവതരിപ്പിക്കുവാൻ അവസരം തീർച്ചയായും ഒരുക്കുന്നതാണ്. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്.